മൈദയും മുട്ടയും പഞ്ചസാരയും ഒന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1/4 കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം. ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പാല് ചൂടൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾ നോർമൽ പാൽ തന്നെ എടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിത് അരിച്ചെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഉപ്പും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഗോതമ്പ് പൊടിയിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അത് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ശർക്കര പാനി 1/4 കപ്പ് ഗോതമ്പ് പൊടിക്ക് കറക്റ്റ് അളവാണ്, കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ മിക്സാക്കുന്ന സമയത്ത് ബാറ്റർ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ 1-2 സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം ബാറ്റർ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ പാല് ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ ലെവലാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മെൽട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ മറ്റുള്ള എണ്ണയോ ഒന്നും ചേർക്കരുത് കേട്ടോ. ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. റിബൺ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവരുത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ സൈഡിലും ബട്ടർ പേപ്പറൊക്കെ വെച്ച് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിതിപ്പോൾ കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചൂട് കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ നമ്മൾ ആദ്യം പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക ലോ ഫ്ലെയിമിൽ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടിയിട്ട് കൊടുക്കുക. അപ്പോൾ വിസിൽ വേണ്ട, വിസിൽ മാറ്റി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിട്ട് കൊടുത്താൽ ചിലപ്പം അത് അടിയിലേക്ക് പോവും. കുറച്ചൊരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ടോട്ടൽ ഒരു 35 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. 35 മിനിറ്റ് ആകുമ്പം നിങ്ങളൊരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്കൊക്കെ ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫുള്ള് ചൂട് പോയതിന് ശേഷം മാത്രം നമുക്ക് കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്ക് പോലെയല്ല, ഭയങ്കര സോഫ്റ്റാണ്, അടിപൊളിയാണ്. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയില്ല, അത്രയ്ക്കും സൂപ്പറാണ് കേട്ടോ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ഷുഗറും മൈദയും മുട്ടയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.